പവർ സപ്ലൈ ചെല്ലുന്ന സമയത്താണ് ഡിസ്പ്ലേ ഓൺ ആവുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ജസ്റ്റ് എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതെല്ലാം ഒരു പരീക്ഷണമാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നോർമൽ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, കറണ്ട് ഇല്ലാതെ ഒരു 2 ദിവസം വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ചത്തു. പക്ഷേ ഇവൻ വീട്ടിൽ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കറണ്ട് ആയിരിക്കും ആ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്? നമ്മുടെ വീടുകളിലുള്ള കറണ്ട് ശരിക്കും നമ്മുടെ ഇൻവെർട്ടറും കുറേയൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആക്കിയാലോ? അതെങ്ങനെ? ഒരു സാധാരണ ഇൻവെർട്ടറിനെ നമുക്ക് സോളാർ ഇൻവെർട്ടറായിട്ട് കൺവേർട്ട് ചെയ്താലോ? വളരെ സിമ്പിളായിട്ട് തംബ്നെയിൽ നിങ്ങൾ കണ്ട ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു നോർമൽ, അതായത് ഒരു സാധാ ഇൻവെർട്ടറിനെ സോളാർ ഇൻവെർട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാനൊരു 9 മാസം മുമ്പ് ആമസോൺ വഴി പർച്ചേസ് ചെയ്തതാണ്. ആമസോൺ മാത്രമല്ല, ഒരുപാട് വേറെ ലിങ്കിൽ നമുക്കിത് മേടിക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ ഒരു പ്രോഡക്റ്റ്, ഞാൻ വാങ്ങിയൊരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എൻ്റെ ജെന്യുവിൻ റിവ്യൂ ആണ്. 9 മാസം ഞാൻ ഈ ഒരു യൂണിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് ഞാൻ എൻ്റെ ഒരു ജെന്യുവിൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റ് ആകണ്ട, നേരെ വീഡിയോയിലോട്ട് പോകും. ഈ കാണുന്ന കുട്ടി ഐറ്റമാണ് ഞാൻ മേടിച്ച MPPT എന്ന് പറയുന്ന യൂണിറ്റ്. കുറച്ച് ഓൾഡ് സ്കൂളാണ്, പക്ഷേ ഞാൻ നോക്കിയിടത്തോളം ഇവൻ അടിപൊളിയാണ്. കാരണം ഞാനൊരു സോളാർ ഇൻവെർട്ടർ വാങ്ങി വെച്ച കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഏകദേശം ഒരു 4 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കിയിടത്തോളം ചെറിയൊരു ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സോളാർ ഇൻവെർട്ടർ തന്നെയാണ് ഞാൻ ഫിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സോളാർ ഇൻവെർട്ടർ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞൊരു MPPT കിറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞൊരു 9 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഓരോ തവണ കറണ്ട് ബില്ല് വരുമ്പോൾ ഒരു ഏകദേശം 500 തൊട്ട് 800 രൂപയുടെ ലാഭം എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം നേരത്തെ 5000 രൂപയോളം കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്ന എൻ്റെ വീട്ടിൽ എനിക്ക് ഈ ഒരു സോളാർ ഇൻവെർട്ടർ വെച്ച സമയത്ത് ഏകദേശം 1500 രൂപയോളം കുറവ് വന്നു. സാധാരണ ഇൻവെർട്ടർ വെക്കുമ്പോൾ നമുക്ക് കറണ്ട് ചാർജ് കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് സംശയം കാണും. കാരണം ഇൻവെർട്ടർ വെച്ചാൽ എങ്ങനെ കറണ്ട് ചാർജ് കൂടുന്നത്? കറക്റ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ കുറച്ച് കറണ്ട് എടുക്കും. കാരണം അതിനകത്ത് ട്രാൻസ്ഫോമർ ഉണ്ട്, നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കറണ്ട് നമ്മുടെ സാധാരണ ഇലക്ട്രിസിറ്റി തന്നെയാണ്. ഈ ഒരു ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഈ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമൽ കറണ്ട് തന്നെയാണ് അത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെയും കറണ്ട് കൺസപ്ഷൻ ഉണ്ടാവുകയാണ്, കറണ്ട് കൂടുതൽ കൺസ്യൂം ചെയ്യുകയാണ്. പക്ഷേ ഒരു സോളാർ ഇൻവെർട്ടർ ഉണ്ടെങ്കിലുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയങ്ങൾ കംപ്ലീറ്റ് ഈ സോളാർ വെയിൽ കൊണ്ട് നമുക്ക് KSEB എന്ന് വരുന്ന കറണ്ട് കട്ട് ചെയ്ത് സോളാർ യൂസ് ചെയ്ത് ബാറ്ററി വഴി നമ്മുടെ വീടുകളിലേക്ക് സപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ആകുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പർപ്പസാണ് ശരിക്കും നമ്മുടെ ഒരു സോളാർ ഇൻവെർട്ടർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ഇൻവെർട്ടറാണ്. അത് എങ്ങനെ നമുക്ക് സോളാർ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ MPPT ഫിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. കാരണം 9 മാസം മുമ്പ് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായ പോരായ്മയൊക്കെ കാണും. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കാണുക. ഇതിൻ്റെ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ ഞാൻ ആ പ്രോഡക്റ്റും കൂടെ ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ജെന്യുവിൻ റിവ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കിഡു എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഏതായാലും അതിൻ്റെ അൺബോക്സിങ്ങും ബാക്കി ഡീറ്റെയിൽസും വീഡിയോയുടെ പുറകെ വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫുള്ളിരുന്ന് കാണാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗത്തോട്ടൊന്ന് സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ MRP വന്നിരിക്കുന്നത് 9990 ആണ് വരുന്നത്. ഇത് ഏകദേശം എനിക്കൊന്ന് 5000 സംതിങ് ആ റേഞ്ചിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. താഴെ ഞാൻ എൻ്റെ കറക്റ്റ് പ്രൈസും കൂടി ഇട്ടേക്കാം. ഏതായാലും നമുക്ക് ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്ത് അതിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുന്നതെന്നും കൂടി ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കി. നല്ല പാക്കിംഗ് ആട്ടോ. അതിനകത്തൊരു നമ്മൾ ഏതായാലും ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു യൂണിറ്റ് കാണാം. ബോക്സിനകത്ത് വേറെ ഒന്നുമില്ല. യെസ്, 2 ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. 40 ആംപിയറിൻ്റെ 2 ഫ്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1 വർഷത്തെ വാറണ്ടി, 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം, വേറെ യൂസ് ചെയ്തതോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഉള്ള സീലൊക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഐറ്റം താഴെ അതിൻ്റെ കണക്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു യൂണിറ്റിലോട്ട് പവർ കൊടുക്കാനും ഇതിൽ നിന്നുള്ള ഔട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെർട്ടറിലോട്ട് പവർ കൊടുക്കാം. ഈ ഒരു യൂണിറ്റാണ് വരുന്നത്. ഇത് AC ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും കറണ്ടിൽ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്, കറണ്ടിൽ കൊടുത്തെടുക്കുക. പക്ഷേ ഈ പ്ലഗ് ഒരു വിഷയക്കാരനാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഇരിക്കുന്ന ചെറിയ ടൈപ്പാണ്, ഇത് വലുതാണ്. നമുക്ക് നോക്കാം, വഴിയുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം നിലവിൽ നമ്മുടെ റൂമിലോട്ട് പോകാം. ഇതിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പൊന്നും കാര്യങ്ങളൊന്നും നോക്കാം. ഇവിടെ കൊടുക്കേണ്ട പോയിന്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കണം. അത് 12 വോൾട്ട് ആകാം, 24 വോൾട്ട് ആകാം. ഇത് 2 ഓപ്ഷനുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 12ഉം 24ഉം കൂടെ വരുന്നതാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇൻവെർട്ടർ, നമ്മുടെ സോളാറിൻ്റെ വരുന്നത് 12 വോൾട്ടിൻ്റെയും 24 വോൾട്ടിൻ്റെയും
സോളാർ പാനൽസ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ സോളാർ പാനൽ കണക്ട് ചെയ്യേണ്ട രീതി ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു പോസിറ്റീവ് നെഗറ്റീവ്. ഈ ഒരു ബ്ലാക്ക് ലൈൻ എനിക്ക് കിട്ടിയില്ല, റെഡ് മാത്രം കിട്ടിയുള്ളൂ. ഞാൻ തൽക്കാലം റെഡ് തന്നെ മേടിച്ചു. റെഡ് 10 mm ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും അത്യാവശ്യം നല്ല ഗേജുള്ള മോഡലാണ്, ബാറ്ററിക്ക് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് വിഷയമില്ല, സെയിം ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ടേപ്പ് കണക്ട് ചെയ്യുന്നത് അത് ബ്ലാക്ക് ആണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പം ഒരു ഏകദേശം 3 മീറ്ററാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. ഈ 3 മീറ്ററിൻ്റെ സെൻറ്റർ പോർഷൻ കൊണ്ട് ഞാൻ ഇവനെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, കട്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും കണക്ട് ചെയ്യാനുള്ള കണക്ടേഴ്സ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാനത് രണ്ടും ക്രിമ്പ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. യൂണിറ്റിലോട്ട് കയറുന്നതിൻ്റെ അവിടെ വേറെ ക്ലിപ്പൊന്നും വേണ്ട, ഡയറക്റ്റ് നമുക്ക് ഇതിലോട്ട് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവിടെ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ സിമ്പിളായിട്ട് ഞാനൊരു സർക്യൂട്ട് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ ബാറ്ററി ഇപ്പോൾ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുക. ആ ഒരു ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന അതും ആ ബാറ്ററിയിലോട്ട് തന്നെ ഡയറക്റ്റ് കണക്ഷൻ വരികയാണ്. പിന്നെ ഇതിൽ മാറ്റം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സോളാറിൻ്റെ ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിൻ മാറ്റം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന എപ്പോഴാണെന്നുള്ളത് ഇതിൽ നിന്ന് കൊടുക്കുന്ന ഔട്ട്പുട്ട് പോലെ ഇരിക്കും. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഇതിൽ നിന്ന് എപ്പോഴാണോ കറണ്ട് അതിലോട്ടുള്ള കട്ട് ചെയ്യുന്നത് അന്നേരം ആ ബാറ്ററി യൂസ് ചെയ്ത് നമ്മുടെ ഫുള്ള് വർക്ക് ചെയ്യുന്നതായിരിക്കും. ആ ബാറ്ററിയുടെ ചാർജ് കാര്യങ്ങളൊക്കെ ഈ ഒരു യൂണിറ്റ്, അതായത് ഈ ഒരു MPPT മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് ഒരു ബാറ്ററി, അതായത് ആ ബാറ്ററിയുടെ കണക്ഷൻ ഇതിലോട്ടും കൊടുക്കുന്നതിൻ്റെ കാര്യം. അപ്പം നമുക്കിത് ജസ്റ്റ് കണക്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്ലാക്ക് ചുറ്റിയിട്ടുണ്ട്, ഇവിടെ ടേപ്പ് ചുറ്റാൻ പോകുന്നേ ഉള്ളൂ. ഈ ഒരു ബ്ലാക്ക് ഈ ഒരു പോർഷൻസിലെല്ലാം ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെഗറ്റീവ് ലൈനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അറ്റത്ത് പോലും ഞാൻ ഈ ഒരു ബ്ലാക്ക് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം. എന്നാൽ ഇതിൽ ബ്ലാക്ക് വേറെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ടേപ്പ് ചെയ്യണം. ടേപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ ടേപ്പ് ചെയ്യുന്നത്. അവിടെ ടേപ്പ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ ഞാനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് വരുന്ന സോളാറിൻ്റെ കണക്ഷൻ. ഇതിപ്പം വർക്കിംഗ് ആണ്, സോളാർ ഇപ്പം ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അതായത് ഇതിൻ്റെ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സോളാറിൻ്റെ കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ്. യെസ്, ഞാൻ ഡിസ്കണക്ട് ചെയ്തു. ഇപ്പം സോളാറിൻ്റെ അത് കട്ടാകുന്ന പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് സോളാറിൻ്റെ ലൈൻ ഒന്ന് ഊരിയെടുക്കുകയാണ്. യെസ്, ആ ലൈൻ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സോളാറിൻ്റെ ലൈൻ ഞാൻ ഊരിയെടുത്തു. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ പോസിറ്റീവും നെഗറ്റീവും നോക്കാം. ഇവിടെ പോസിറ്റീവാണ് വരുന്നത്, ഇവിടെ നെഗറ്റീവ്. പോസിറ്റീവിൽ എപ്പോഴും നമുക്ക് ഇതിനകത്തൊരു റെഡ് ലൈൻ വരുന്നുണ്ട്, നമ്മളത് അത്ര ഓർത്താൽ മതി. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മളത് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുന്നു, നെഗറ്റീവും കൂടി ഞാൻ കണക്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു പരീക്ഷണം നോക്കാം. ആദ്യം തന്നെ സോളാർ ഒന്ന് നമുക്കത് വെച്ച് നോക്കാം. സോളാറിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനം വരും. കാരണം ബാറ്ററിയാണ് നമുക്ക് നോർമലി നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കറണ്ട് അല്ലെങ്കിൽ ആ ഒരു പവർ സപ്ലൈ ചെല്ലുന്ന സമയത്താണ് ഡിസ്പ്ലേ ഓൺ ആവുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ജസ്റ്റ് എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. നമുക്ക് ആദ്യം തന്നെ നോക്കാം, ഇതെല്ലാം ഒരു പരീക്ഷണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആദ്യം റെഡ് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് റെഡാണ്, അത് ഞാൻ കണക്ട് ചെയ്തു. ഇനി നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ബ്ലാക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. യെസ്, ഓണായി. ദേ ബാറ്ററി ഇല്ലാതെ തന്നെ സോളാർ കണക്ഷൻ കൊണ്ട് തന്നെ ബാറ്ററി 12 വോൾട്ട് എന്ന് പറഞ്ഞ് ബാറ്ററി 0 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി വോൾട്ട് ഇവിടെ ഇപ്പോൾ ഏതായാലും നിലവിൽ കാണിക്കുന്നില്ല. സോളാറിൽ നിന്ന് 19.1 വോൾട്ടാണ് വരുന്നത്. 600 വാട്ട്സ് മാക്സിമം ആണ് കൊടുത്തിരിക്കുന്നത്. 0.01 ആംപിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഓട്ടോ സെറ്റിംഗ് മോഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സോളാറിൻ്റെ പവറിലാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് ബാറ്ററിയാണ് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള കട്ട് ഓഫ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാറ്ററി കണക്ട് ചെയ്യും. ആദ്യം ബാറ്ററിയുടെ പോസിറ്റീവ് ഞാൻ കണക്ട് ചെയ്യും, പിന്നെ ഞാൻ നെഗറ്റീവ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ഇതാണ്. പോസിറ്റീവിലോട്ട് ഞാൻ ഈ പോസിറ്റീവ് ലൈനും നെഗറ്റീവിലോട്ട് നെഗറ്റീവ് ലൈനുമാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ബാറ്ററി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി കണക്ട് ചെയ്ത സമയത്ത് 12 വോൾട്ട് 14.5 വോൾട്ടാണ് ഇപ്പോൾ വരുന്നത്. ബാറ്ററിയുടെ ഇത് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് 18.4 വോൾട്ട് സോളാറിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൽ നിന്ന് തന്നെ റീഡ് എടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം ഇതിനകത്ത് ലോഡ് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ, അതാണ് മെയിൻ കാര്യം. അപ്പം ഓട്ടോ മോഡ് സെറ്റിംഗ് ഓട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. മെയിൻ ആബ്സെൻറ്റ് ബൈപ്പാസ് ഓഫ്, അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട് ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഇതാണ് വരുന്നത്. പക്ഷേ ഇത് വലിയ പിന്നായതുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു കണക്ടറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണക്ടറും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഈ ഒരു സർക്യൂട്ടാണ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് രണ്ടും കൂടെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് കറണ്ട് വരുന്ന യൂണിറ്റ്, അതായത് ഞാൻ ആ കൊടുത്ത കറണ്ട് എടുക്കുന്ന യൂണിറ്റ് ഊരി വെച്ചും ആ യൂണിറ്റ് ഇവിടെ കണക്ട് ചെയ്യണം. അതായത് ഇതിൽ നിന്നുള്ള ഔട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ഇതിലോട്ട് വരുന്ന ചാർജ്, അതായത് ഈ യൂണിറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി മെയിൻ ലൈൻ ഇതിലോട്ടാണ് വരേണ്ടത്. മെയിൻ ലൈൻ ഇതിലോട്ട് വരണം, ശ്രദ്ധിക്കുക. മെയിൻ ലൈൻ, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വരുന്ന മെയിൻ ലൈൻ ഇതിലോട്ട് കയറുക. ഇതിൽ നിന്ന് ഉള്ള ഔട്ട് നേരെ
ഈ പറയുന്ന ഇൻവേർട്ടറിലോട്ടാണ് പോകേണ്ടത്. ഇൻവേർട്ടറിൽ നിന്ന് ഔട്ട് നേരെ കയറി പോകുന്നുണ്ട്. അതായത് നമ്മുടെ വീടുകളിൽ എപ്പോഴാണോ കറണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം കണ്ടോണം. ഞാൻ ഇത് ഊരി, അപ്പോൾ നമ്മുടെ ഫുൾ ലൈൻ പോയി, കാരണം നെഗറ്റീവ് ഇതിനകത്താണ് വരുന്നത്. ഞാനിതിവിടെ കണക്ട് ചെയ്യുകയാണ്. യെസ്, ഞാനത് കണക്ട് ചെയ്തു. ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇത് മെയിൻ ലൈനിലോട്ട് കൊടുക്കുക. യെസ്, അപ്പോൾ സംഗതി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഇവിടെ ഇപ്പം ലൈൻ പോയി ലൈൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം മെയിൻ ഓൺ ആയിട്ടുണ്ട്. ഇത് ഓണാണ്. ഇത് മെയിൻ പ്രസൻറ്റ് ബൈപ്പാസ് ഓഫ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഇപ്പം കണ്ടോ, സോളാർ സ്റ്റാറ്റസ് ചാർജർ ഓൺ. ഇതിപ്പം ഇന്ന് ഞാൻ ഈ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയത്തില്ല. ഇതിൻ്റെ കോസ്റ്റ്, കിലോ വാട്ട്സ് എത്ര സേവ് ചെയ്തിട്ടുണ്ട്, എത്ര രൂപയുടെ കിലോ വാട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും. എല്ലാം 0 ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ കണക്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊരു 3-4 ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ബാക്കി കാണത്തുള്ളൂ. ഇപ്പോൾ മാക്സിമം കറണ്ട് 40 ആംപിയറാണ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അത് ഇതിപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പക്കായിട്ട് ഇത് നോക്കാൻ സാധിക്കും. സോളാറിൽ നിന്ന് വരുന്ന 18.9 വോൾട്ട് സോളാറിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം കൺസ്യൂം ചെയ്യുന്നത് സോളാർ ആണോ മെയിൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയിപ്പോൾ എപ്പോഴും മെയിൻ മാത്രം നമുക്ക് വർക്ക് ചെയ്തുള്ളൂ. കാരണം കൺട്രോളിങ് ഫുള്ള് ഈ ഒരു യൂണിറ്റ് ആണ് ചെയ്യുന്നത്. ഏത് വേണം, അതായത് ഓട്ടോ മോഡിലോട്ടിട്ട് സെറ്റിങ്സ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ കൂടി യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ കൂടെ ഇടാം. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രാത്രി സമയമാണ്. സോളാറിൽ നിന്ന് 0 ആണ് വരുന്നത്. ഒന്നും നമുക്ക് സോളാറിൽ നിന്ന് ചാർജോ കറണ്ടോ കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് ടോട്ടൽ സേവിങ്സ് 4216 രൂപ, അതായത് 527 യൂണിറ്റ് നമുക്ക് ഇപ്പം തന്നെ, അതായത് ഈ 9 മാസം കൊണ്ട് സേവിങ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഓവറോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു യൂണിറ്റ് മേടിക്കുന്ന കൂട്ടത്തിൽ തന്നെ 2 സോളാർ പാനൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മേടിക്കേണ്ടി വരും. അത് നിങ്ങൾ മേടിക്കുന്ന MPPT കിറ്റിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു സോളാർ ഫിറ്റ് ചെയ്യാം. കാരണം സാധാരണ ഒരു സോളാർ ഫിറ്റ് ചെയ്യുന്നതിന് എത്ര രൂപ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1.5-2 ലക്ഷം രൂപ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത്രയും മുടക്കാനില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സോളാർ പാനലൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7000 രൂപയ്ക്ക് താഴെ 500 വാട്ട്സിൻ്റെ ഒക്കെ സോളാർ പാനൽ മേടിക്കാൻ കിട്ടും. അങ്ങനെ ഒരു സോളാർ പാനൽ ഈ പറയുന്ന പോലെ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എവിടെന്നെങ്കിലും മേടിക്കാം. ഞാൻ അതുകൂടെ വേണമെങ്കിൽ ഒന്ന് ലിങ്ക് ഇട്ടേക്കാം. അത് വാങ്ങുക, ഈ ഒരു യൂണിറ്റും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് വീട്ടിലൊരു സോളാർ പ്ലാന്റ്, ഒരു ചെറിയൊരു സോളാർ പ്ലാന്റ്, അതായത് രാവിലെ തൊട്ട് ഏകദേശം ഒരു 9 അല്ലെങ്കിൽ ഒരു 7 മണി തൊട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 മണി വരെയെങ്കിലും നമുക്ക് അത്രയും നേരം കൂടുതലും നമുക്ക് സോളാറിൽ തന്നെ ഓടിക്കാൻ പറ്റും വെയിലുണ്ടെങ്കിൽ. അങ്ങനെ തന്നെ നമുക്ക് വീടുകളിൽ ഒരുപാട് കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കാൻ സാധിക്കും. കറണ്ട് ചിലവ് കുറയും. നമുക്കതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ ഒരു 2 ദിവസത്തിന് മുകളിലൊക്കെ കറണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, പലരും നോർമൽ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നവർക്കറിയാം, കറണ്ട് ഇല്ലാതെ ഒരു 2 ദിവസം വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ചത്തു. പക്ഷേ ഇവൻ സോളാർ ആയതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി എനിക്കൊരു പ്രശ്നം ഉണ്ടായത്, ഒരു മരം ഒടിഞ്ഞു വീണ് നമുക്ക് 2 ദിവസത്തേക്ക് കറണ്ട് ഇല്ലായിരുന്നു. രാത്രി ഏകദേശം ഈ TV ഒക്കെ കൂടെ കാണുന്ന TV അത്യാവശ്യം നല്ല കൺസ്യൂം ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിന് എനിക്ക് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇവൻ ഓഫായി. ഒരു 24 മണിക്കൂർ ഒരു ദിവസം ഫുൾ ഓടി കഴിഞ്ഞപ്പോൾ ഓഫായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് ബാക്കിയെല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം സോളാർ യൂസ് ചെയ്ത് ഇൻവെർട്ടർ ബാറ്ററീൻ്റെ ചാർജ് ആക്കി ബാറ്ററി യൂസ് ചെയ്ത് ഫുള്ള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സോളാർ ഇൻവെർട്ടർ എപ്പോഴും വെക്കുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് പിള്ളേരുള്ള വീട്ടിൽ കേട്ടോ. ഇനി ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻസ് രേഖപ്പെടുത്തുക. അതിൻ്റെ നിങ്ങളുടെ പോസിറ്റീവ് സൈഡ്, നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് ജെന്യൂനായിട്ട് പറയണം. കാരണം ഞാൻ എൻ്റെ ജെന്യൂനായിട്ടുള്ള സൈഡാണ് പറഞ്ഞ്, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു.